ഇന്നാണ് ജഗ്ഗുവിന്റെ പാസിംഗ് ഔട്ട്. പുതിയ ദിതി അയ്യോ ഒരു ഡിപ്രഷനിലേക്ക് പോയി തുടങ്ങി. ഫുൾ ടൈം ഇങ്ങനെ കെടുപ്പന്നെ. ഇന്ന് പേരിട കർമ്മം നടത്താനാണ് ഞങ്ങള് ഇതിനെ കാണിക്കുന്നത്. കയ്യോട്ടു നീ കയ്യോട്ട് പേര് നിന്റെ കുഞ്ഞനിയനെ നോക്ക് നീ. അതതിനെ ഉപദ്രവിക്കും. അതിന്റെ ഇടയിൽ ഇത് മൈക്ക് അടിച്ചോണ്ട് വിട്ടപ്പോ എന്താ ഇന്നാണ് ജഗ്ഗുവിന്റെ പാസിംഗ് ഔട്ട്. തൃശ്ശൂർ ദേവമാത സ്കൂളിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇപ്പം സമയം രാവിലെ 6 മണി ആവാൻ പോണു. കൃത്യസമയം 6 മണിയാവാൻ 5 മിനിറ്റ്. അപ്പോൾ 6:15 ഇവനെ കുട്ടല്ലൂർ, ഇവൻ്റെ സ്കൂൾ, ഇവൻ പഠിക്കുന്ന സ്കൂള് സെൻറ്റ് അഗസ്റ്റ്യൻ ആണ് കുട്ടല്ലൂർ. 9ാം ക്ലാസ്സിലാണ് കേട്ടോ ജഗ്ഗു പഠിക്കണേ. കുറേ പേര് ചോദിക്കാറുണ്ട് എത്രയല്ല ജഗ്ഗു പഠിക്കണേന്ന്. അപ്പോൾ ജഗ്ഗുവിനത് അവിടേക്ക് ഞങ്ങൾ കൊണ്ടുവന്നാക്കാൻ പോവാണ്. സ്കൂളിൽ കൊണ്ടാക്കി കൊടുക്കണം. പിന്നെ സ്കൂളിൽ നിന്നാണ് സ്കൂൾ ബസ്സിൽ എല്ലാ കുട്ടികളെയും കൂടി അവർ ദേവമാതയിലേക്ക് എത്തിക്കുക. ഞങ്ങൾ പാരൻസ് 7:15 ദേവമാതയിൽ എത്തിയിരിക്കണം. അങ്ങനെയാണ്. അപ്പോൾ ഇവനെ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ കണ്ണംകുളങ്ങരയ്ക്ക് പോയിട്ട് അമ്മയുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അമ്മേനെയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ സ്കൂളിലേക്ക് വരും, ദേവമാതയിലേക്ക് വരും. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. ഇനിയുണ്ട് ഇതൊരു സാധനം, ഈ ഫ്ലാപ്പൊക്കെ കെട്ടണം കാലുമേ. അതൊക്കെ അവിടെ നിന്ന് ചെയ്ത് കൊടുക്കും തോന്നുന്നുണ്ട്. അപ്പോൾ പോവാണ് കേട്ടോ. ഞങ്ങൾ തൃശ്ശൂർ ദേവമാത സ്കൂളിലെത്തിയിട്ടാ. സരിതര അമ്മയുണ്ട് ഒപ്പം. ജഗ്ഗൊക്കെ നേരത്തെ പോകണം. വന്നിട്ടുണ്ടാവില്ല. ഇല്ലേ 6:40 അവിടെ നിന്ന് പോരുള്ളൂന്നാണ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ടീച്ചർ ഗ്രൂപ്പിൽ. സ്കൂളിൻ്റെ ഗ്രൗണ്ടും കാര്യങ്ങളാണ് അതൊക്കെ. പാരൻസിന് ഇരിക്കാനുള്ള സ്ഥലം ഇതാവൂലേ ഗാലറി? അവിടെ ഇരിക്കും. എല്ലാ കുട്ടികളെ കാണുന്ന കുട്ടികളൊക്കെ ഒരേപോലെയാണ് തോന്നുന്നത്. അതാണ് ഇവരെ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇതാണെന്നുകൊണ്ട് അച്ഛനമ്മമാർക്കൊക്കെ ഇരിക്കാൻ പറ്റിയ സ്ഥലം തോന്നുന്നു. അച്ഛനമ്മമാർക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലമല്ല, ഇരിക്കാനുള്ള സ്ഥലം. സംസ്ഥാനത്ത് തിരഞ്ഞെടുത്ത ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ സർക്കാർ ഉത്തരവിലൂടെ നടപ്പിലാക്കിയിട്ടുള്ള സമഗ്ര പരിശീലന പരിപാടിയാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി. കൗമാര കാലഘട്ടത്തിന്റെ ഊർജവും പ്രസരിപ്പും സിരകളിൽ നുരയുമ്പോൾ ഒരു കാലഘട്ടത്തിന്റെ രഥവേഗങ്ങൾക്കൊപ്പം മുന്നോട്ട് കുതിക്കാൻ വിദ്യാർത്ഥി സമൂഹത്തിന് കരുത്ത് പകരുന്ന മഹാപ്രസ്ഥാനമാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി. വർണ്ണശബളമായ ഇന്നത്തെ സെറിമോണിയൽ പരേഡ് വീക്ഷിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നവരെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 4ാമത്തെ പ്ലറ്റൂണിനെ നയിക്കുന്നത് സെന്റ് അഗസ്റ്റ്യൻ HSS കുട്ടനല്ലൂർ സീനിയർ കേഡറ്റ് സഞ്ജയ് M.
നമ്മൾ അപ്പോൾ ജഗ്ഗുവിൻ്റെ പാസിംഗ് ഔട്ടൊക്കെ കഴിഞ്ഞു, പരേഡ് കഴിഞ്ഞു, ഇന്നലെ ആയിരുന്നു കേട്ടോ. ഇന്നലെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് 4 മണി തൊട്ട് 5 ദിവസത്തെ ക്യാമ്പാണ് ഇനിയുള്ളത്, സെലക്ട് ചെയ്തിട്ടുള്ള 10 കുട്ടികൾക്ക്. അങ്ങനെ അവൻ ക്യാമ്പിന് പോയി. കുന്നംകുളത്ത് ഒരു സ്കൂൾ, 400 പേരെ ക്യാമ്പാണത്. ആ ഇവരെ സ്കൂളിൽ നിന്ന് 10 പേര്. അപ്പം അങ്ങനെ അതിനൊക്കെ പോയി. അപ്പോൾ നമ്മുടെ വീട്ടിൽ പുതിയ അതിഥികളൊക്കെ ഉണ്ട്. ഇതല്ല കേട്ടോ അതിഥി, ഇത് നമ്മുടെ കൊണ്ടാട്ടം കണ്ടോ, ഉണങ്ങി പരുവായി, ഭയങ്കര എരിവാട്ടാ. ഞങ്ങൾ ഇന്നലെ എടുത്ത് വറുത്തു. അവസാനം കഴിഞ്ഞത് ഇനി ഉണക്കണ്ട എടാ, ഒരുങ്ങി പരുവായി. ഒരെണ്ണം തിന്ന് കഴിഞ്ഞാൽ വെള്ളം കുറെ കുടിക്കും നമ്മള്. ഭയങ്കര എരിവ്. അപ്പൊ പുതിയ അതിഥികളെ കാണിച്ചു കൊടുത്ത പുതിയ അതിഥി, അയ്യോ ഇവിടെ പുതിയ അതിഥി ഇവിടെ നിൽക്കുന്നുണ്ട്. ചുന്ദരൻ, ചുണ്ടുടു, അച്യുതാരത് സുന്ദരൻ. ചാർലിയെ നിനക്ക് എന്നെ മനസ്സിലാവാണ്ടായടാ. ചാർലിയെ ചാർലിയാണ് ഇവന്റെ കെയർ ടേക്കർ. ഇതെന്തൊരു സാധനം പറയില്ലേ പറഞ്ഞ. അപ്പൊ അതിനെ കണ്ടറിഞ്ഞൂടാ ആൾക്കാർക്ക്. അല്ല, കാര്യം പറയട്ടെ. അതായത് നമ്മുടെ പേളി പോയില്ലോ, പേളി ഇപ്പൊ ഇങ്ങോട്ട് വരാതെ പിന്നെ അവർക്ക് ഞങ്ങളെ വേണ്ട. അപ്പൊ ചാർലി ആണെങ്കിൽ വിഷാദത്തിന് അടിമയായി. അങ്ങനെ പാട്ടും പാടി നടക്കണവൻ ഭയങ്കര ഒരു ഡിപ്രഷനിലേക്ക് പോയി തുടങ്ങി. ഫുൾ ടൈം ഇങ്ങനെ കെടുപ്പന്നെ. അല്ലെങ്കിൽ എന്റെ മുഖത്തൊരു ശോകഭാവമാണ് എപ്പോഴും. അതൊന്നും കൂടി കൂടി ഒരു എന്താ പറയാ, പേളിക്ക് വേണ്ട, പേളി ഇങ്ങോട്ട് വരുന്നൂല. ഇവനാണെങ്കിൽ അങ്ങട് അവളുടെ അടുത്ത് അധികം പോകാനും പറ്റില്ല, അംബ്രോസ് കടിച്ചു കൊടുപ്പിക്കും. അപ്പൊ അത് കാരണം അംബ്രോസിനെ പേടിച്ചിട്ട് ഇവന് അങ്ങട് പോകാനും പറ്റില്ല. അയ്യോ ചവിട്ടേനെ തല കൊണ്ടല്ല കാല് കൊണ്ടതാ. അപ്പളേ ഞാൻ ഒരു പട്ടിക്കുട്ടിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു, ഒരു നായ്ക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം. പെണ്ണിന് ഇനി വേണ്ട. അപ്പോൾ ഞാൻ ഈ മനോരമ പേപ്പറിൽ കണ്ടു, ഈ നമുക്ക് നായ്ക്കുട്ടികളെ, നാടൻ നായ്ക്കുട്ടികളെ വേണമെന്നുണ്ടെങ്കിൽ ഇന്ന നമ്പറിൽ ബന്ധപ്പെടുക, അവരെല്ലാം ഇതാക്കി തരുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളെ പാലിയേക്കര ടോൾ പ്ലാസ വരെ അവിടെ ഒരു ചേച്ചിൻ്റെ, ആ ചേച്ചിയുടെ പേര് മറന്നു, ഗീത ചേച്ചിയാണ്. അങ്ങനെ ഒരു ചേച്ചി, ആ ചേച്ചിയുടെ വീട്ടില് 2-3 നായ്ക്കുട്ടികളുണ്ട്. അപ്പൊ അതിലത്തെ ഒരു നായ്ക്കുട്ടിയാണ് ഇത് കേട്ടാ. ഇന്ന് പേരിടൽ കർമ്മം നടത്താനാണ് ഇന്ന് പേരിടൽ കർമ്മം നടത്താനാണ് ഞങ്ങള് ഇതിനെ കാണിക്കുന്നത് കേട്ടാ. ഇനിയിപ്പോ ഇവൻ നമ്മുടെ ചാർലിക്കും ആണാണ് കയ്യോട്ടുണ്ണി കയ്യോട്ട് വാടി മുച്ചുവാടി കയ്യോട്ടുണ്ണി കയ്യോട്ട്. ചുണ്ടരൻ ബോബ് മാർലി ചാർലിക്ക് പാട്രിക് പാറ്റേഴ്സൺ. അന്ന് ചാർലിക്ക് ഇടാൻ വെച്ച പേരല്ലത്. പേര് പാട്രിക് പാറ്റേഴ്സൺ എന്നാണ് പേരിട്ടോണ്ടാ, പാട്രിക്. അപ്പൊ പാട്രിക് അയ്യോ അത് പറഞ്ഞോട് കൂടി എന്റെ മുഖത്ത് ഉഷാറൊക്കെ ഉഷാർ പാപ്പേ പാട്രിക് പാറ്റേഴ്സൺ പാപ്പാന്ന് വിളിച്ചാ മതിട്ടാ. അപ്പൊ ചാർലി നിന്റെ പേര്, നിന്റെ കുഞ്ഞനിയനെ നോക്ക് നീ. അങ്ങനെ നമ്മള് ഒരു നായ്ക്കുട്ടിനെ സങ്കല്പിച്ചു. രണ്ടാളും ഭയങ്കര സെറ്റായി. ഇതെന്താണെന്നറിയോ, ഇവിടെ അടച്ചിടും. അപ്പൊ ഇവിടെ കിടന്ന് കളിച്ചോളും. ചാർലീനെ വൈകുന്നേരം ആകുമ്പോ തുറന്നുവിടും, ഇതിനും തുറന്നുവിടും. അപ്പൊ ഇത് നമ്മുടെ ചുറ്റും ഇങ്ങനെ നടന്നോളും. ഫ്രണ്ടിലെ ഇറയത്ത് ഇങ്ങനെ കിടക്കും ആള്. ആ മറ്റേ പട്ടികളെ കാണുമ്പോ എന്തൊരു കൊരയെന്നറിയോ, നമുക്ക് ചിരിച്ചിരിച്ചാവും ഇതിന്റെ കൊരക്കിലേക്കുമ്പോ. ആള് ചുക്കിലിയാ, തുച്ഛമായ സൈഡിലോട്ടാ. പേളിയും അംബ്രോസൊക്കെ വരുമ്പോ ഭയങ്കര കൊരയാ. പാല് കൂടി പറ്റിയിട്ടല്ലോ ഇപ്പൊ ഈ അടുത്ത് തന്നെ. അപ്പോഴേക്കും നമ്മൾ പിന്നെ കൊണ്ടുവന്നു. ഇപ്പൊ ഇനിയിപ്പോ നല്ല കമ്പനിയാവെന്ന് വിചാരിക്കുന്നു. ഇവൻ പേളിയുടെ പോലുള്ള സ്വഭാവമാവില്ലെന്ന് വിചാരിക്കുന്നു. എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ വളർത്തുന്നത്. നമ്മളെന്തൊരു പ്രശ്നം ചെയ്യുമ്പോളെ കാണാണ്ടായി തുടങ്ങും നെലോളി. ശരിക്കും മയില് കരയണ ശബ്ദം. ഈ മയിലാണ് അവനെ വളർത്തിയത്. ആ മയില് കരയണ സൗണ്ടാ ശരിക്കില്ലേ. പാട്രിക് പാട്രിക് നമുക്ക് ചാർലീനെ അതുപോലെ പിടിച്ച് കെടുത്തി ചേട്ടാ, ഇവിടെ മലർത്തി എടുത്ത്. നമുക്ക് നായിലാണ്ട് പറ്റില്ല. എങ്കിൽ നമ്മുടെ വീട് ഇവിടെ ഒറ്റപ്പെട്ട സ്ഥലത്തല്ല കിടക്കുന്നത്. അപ്പോൾ ചാർലിക്ക് കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെ,
ചാർലീനെ സമാധാനമായിട്ട് പിടിക്കും ചേട്ടാ, അത് അതിനെ ഉപദ്രവിക്കും. അതിന്റെ ഇടയിൽ ഇത് ആനപ്പുറം കയറണോ? ചാർലി ജയിക്കുന്നത്. അങ്ങനെ 2 പേര് ഞങ്ങൾക്കായി കണ്ട. ഒരു 5-6 മാസം കഴിഞ്ഞാൽ ചാർലിയുടെ അത്രയ്ക്കാവില്ല ഇത്. ഇത് പെട്ടെന്ന് വലിപ്പം വരും. ഇത് ചെറുപ്പത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ല, അപ്പൊ നന്നായി തീറ്റ കൊടുത്ത് വളർത്താൻ പറ്റുന്ന. മൈക്ക് അടിച്ചോണ്ട് വിട്ടപ്പോ പാട്രിക് വേറെ പേരിടാൻ ചേട്ടാ, വിളിക്കാൻ ഓമനത്തുള്ള പേരിടാം. പാപ്പാ അത് ശരിയായില്ലേ? പുന്നാര പേടമാനെ ഒന്ന് നില്ലേ പപ്പ പപ്പ പാപ്പ അങ്ങനെ വിളിക്കാട്ടാ കേട്ടാ. അതവിടെ കിടന്നു, അതിന് ഇഷ്ടം കൊണ്ടാണ് അത് കിടന്നാട്ടാ. അപ്പൊ നമ്മുടെ ഗഡിനാണ്ടില്ലേ ഇനി വലിപ്പം പറ്റാ. ഇപ്പൊ വലിപ്പം തുടുക്കാണ്ട് കൊണ്ടല്ലോ അവിടെ ഭയങ്കര ക്ഷീണിച്ചിട്ട് കിടന്ന് വഴിയിട്ട് കിടന്ന് നടക്കണതല്ലായിരുന്നേ. ഉഷാറായി വരട്ടെ. ഉഷാറായി വരുമ്പോ നല്ല ഗുണ്ടുപോകും വിചാരിക്കുന്നു. കണ്ണോട്ടാ. അയ്യോ അപ്പൊ കടിക്കാൻ നോക്കണം. ഇത്ര നേരം ഇങ്ങനെ കിടന്ന ആളാണല്ലോ. ചാർലി ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ പൂട്ടിയിടണ കാരണം കൊണ്ടേ ഇതിന്റെ ഉള്ളിൽ തന്നെയല്ലേ കിടക്കണേ. അപ്പൊ ആള് നല്ല സുന്ദരനായി, ഭംഗിയൊക്കെ വെച്ചു. എന്തേ ക്രോണിക് ബാച്ചിലറിൽ തോറ്റ കൂടി എന്റെ പോലെ അല്ലേ കൂടെ വന്നിട്ട്. ഇത് എപ്പോഴാ എവിടെന്ന് വന്ന് ഈ കുരിപ്പ് എവിടെന്ന് വന്ന്? ചുണ്ടടൂ കണ്ണോ ഇവിടെ കണ്ണോട്ടാ. ചുണ്ടട കണ്ണോ ഒന്നിച്ചോ ചാർലി ഭംഗി വെച്ചു. അതെ, ഞാൻ ആളുകളെയും ചീത്ത കേൾക്കുന്ന ഒരു സാധനമായിരിക്കും. ചിലപ്പോൾ ചീത്ത ആളുകൾ പറഞ്ഞ നന്നായിള്ളൂ എന്ന് പറയും. ഇത് വെള്ളം പറിച്ചു കുഴിച്ചിടാൻ പോവാണോ? അത് തന്നെയാണ് കാര്യം. നന്നായി. അപ്പൊ ചേട്ടൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞോളൂ ഞാൻ നന്നായി ഇനി ചെയ്യില്ലെന്ന്. പക്ഷെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കാണിച്ചു കൊടുക്കണ്ടെന്ന് വെച്ചാ എന്തൊരു ചെയ്യാൻ പോണെന്ന് പറഞ്ഞുതരാം. ഇതിനെ പറിക്കാൻ പോവാണോ? അല്ല ഇതിന് പറക്കേ നമ്മള് ഇവിടെ പുല്ല് പിടിപ്പിച്ചിട്ട് ഇപ്പൊ 1.5 കൊല്ലം ഇല്ല 1.5 കൊല്ലായി. 1.5 കൊല്ലം കൊണ്ട് നമ്മളിവിടെ കുറച്ച് മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മരങ്ങൾ വെച്ചപ്പോൾ അതിലത്തെ മെയിൻ ആയിട്ടുള്ളതാണ് ഈ അബിയു. കണ്ട, ഇത് 1.5 കൊല്ലം പ്രായമായിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ വളർച്ച നോക്കിയാൽ നമ്മളിവിടെ തണൽ കൂടി ഉണ്ടാവാൻ കൂടിയിട്ടാണ് ഈ മരങ്ങൾ വെച്ചത്. ഇവിടെ നിറയെ മരങ്ങളായിരുന്നല്ലോ. അപ്പോൾ ഈ അബിയു ഇത്രയ്ക്ക് ഉയരായി, നല്ല തണലായി. ഇതും പിന്നെ ആ മാംഗോസ്റ്റിനെ അങ്ങോട്ട് മാറ്റി, മാംഗോസ്റ്റിന് പിന്നെ ബാക്കിയൊക്കെ പൂച്ചെടികളെ വെച്ചത്. അപ്പൊ എന്തുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് വെച്ച സാധനം അന്ന് അബിയുവിന്റെ ഒപ്പം തന്നെ വെച്ചിട്ടുള്ള വെച്ചപ്പോഴേ ഇത് ഇഷ്ടമായിട്ടില്ല. അച്ചാച്ചെറു എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്. അച്ചാച്ചെറു ഈ സാധനം തണലാവും എന്ന് വിചാരിച്ചിട്ടാണ്, അബിയുവിന്റെ പോലെ തന്നെ തണലാവും എന്ന് വിചാരിച്ചിട്ടാണ് ഇതിന് വെച്ചത്. പക്ഷെ ഇത് ദിവസം ചെല്ലും തോറും ക്ഷീണിച്ച് ഇല്ലാണ്ടായി വരാണ്. മാവിന്റെ മാങ്ങേര പോലത്തെ മണം തന്നെയല്ലത്. ഇത് മാവാണോ? അച്ചാച്ചെറു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ്. അപ്പൊ ഇത് വലുതാവണില്ല. അപ്പോൾ പകരം ഞാൻ ഇവിടേക്ക് ഒരു അബിയുവിന് വാങ്ങിച്ചു കൊണ്ടു വെച്ചിട്ടുണ്ട്. 2 അബിയുവിന് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഒരെണ്ണം അപ്പുറത്തേക്കാണ് ഒരെണ്ണം അപ്പുറത്തേക്കാണ്. കണ്ട അബിയു. അപ്പൊ അതിനെ പറക്കണ്ട, അത് അവിടെ നിന്നോട്ടെ. എന്താ കാര്യം കല്ല് കയറി കാലുമേ? അല്ല അതവിടെ നിന്നോട്ടെ, അത് പതുക്കായ പോലെ എപ്പോഴെങ്കിലും വലുതായി വരട്ടെ. ഒരിക്കലും വലുതാവില്ല. അത് ഇപ്പോൾ 1.5 കൊല്ലമായിട്ട് ഇപ്പോൾ ഇത്രയ്ക്ക് ഇല്ലായിട്ടില്ല. ഞാൻ ഒരു 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അപ്പോൾ അത് ഇത്രയ്ക്ക് വീരായിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഇതിനെ മാറ്റിയിട്ട് ഇവിടെ അബിയു നടാൻ പോവാണ്. അപ്പൊ എങ്ങോട്ട് മാറ്റാൻ പോണ്? ഇത് മാറ്റി കുഴിച്ചിട്ട് തീരെ ഇതിന്റെ വളർച്ച പോവാ, അല്ലെങ്കിൽ ഇതിന്റെ വളർച്ച ഇവിടെ ഇപ്പൊ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനെ വലിച്ചു കളയാൻ പോവാ? ഇതിന് മാറ്റിട്ട് ഇവിടെ അല്ല മാറ്റാന്ന് പറയണ്ട, ഇതിനെ എങ്ങോട്ടാണ് മാറ്റുന്നത്? മാറ്റുന്നത് എവിടേക്കും മാറ്റാം. ഇതിന്റെ വളർച്ചയെ കുറിച്ച് അറിയുന്നില്ല. കാരണം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഇത് പെട്ടെന്നൊന്നും വലുതാവുന്ന സാധനമല്ല. ഒരു 5-10 കൊല്ലം കഴിയും ഇതിനെ ഒരു ചെറിയൊരു വളർച്ചയെങ്കിലും തുടങ്ങിയെന്നാണ് ഞാൻ കണ്ടത്. അപ്പോൾ പെട്ടെന്ന് തണലാവണം മരം വെക്കി സനീഷന്നുണ്ടാവും വെച്ച മരം അത്. അല്ല അവനത് അറിയില്ല. ഇതെന്തിവിടെ മാറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ ഇപ്പം നമ്മൾ ഈ നടക്കല്ലേ നടവഴിയിട്ടുണ്ട് നല്ല ഭംഗിയിലായിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് ഏകദേശം ഈ അബീൻ്റെ അവിടേക്ക് ഇത്രയ്ക്ക് ഗ്യാപ്പ്, ഇതിൻ്റെ ഇവിടെ വന്നിട്ട് ഇത്രയ്ക്ക് ഗ്യാപ്പ് കണ്ട കറക്റ്റിൻ്റെ അളവിലാണ്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് വെച്ചോണത്. അപ്പോൾ ഞാൻ എന്നോട് ക്ഷമിക്കുക, ഇത് തെറ്റാണോ ചെയ്യണമെന്ന് ശരിയാണെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഭാഗം ശരിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാണുന്നവർക്ക് ചിലപ്പോൾ ഇത് നിനക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ഭംഗിയായിട്ട് ഇവനെ മാറ്റാണ് കേട്ടോ. ഇവിടെ ഒരു അബിയു നടാൻ പോവാണ്. അബിയുവിൻ്റെ ഫ്രൂട്ട്സ് കിട്ടിയപ്പോൾ നമുക്ക്
അത് നല്ല ടേസ്റ്റ് ഉള്ളതായി തോന്നി. അതുകൊണ്ട് അബിയുവിൻ്റെ തൈ വാങ്ങിച്ചു ഞാൻ. സരിത നോക്കിയേ, ഈ പുല്ല് നോക്കിയേ, നല്ല ഭംഗിയില്ല ഈ പുല്ല്. ഇത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ കടക്കിലാണ്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാ? അല്ല അതിന് മീത് പുല്ല് പുല്ലായിക്കോട്ടെ അവിടെ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ അവിടേക്ക് വേണ്ട, അവിടേക്ക് തന്നെ പുല്ലായിക്കോളൂ. കടക്കില്ലാണ്ട് പുല്ലായിക്കോട്ടെ, അത് ഭംഗിയിലായിക്കോട്ടെ. അങ്ങനെ എൻ്റെ അച്ചാച്ചെറു പിന്നെ ഞാൻ മാറ്റുകയാണ് കേട്ടോ. എവിടേക്കെങ്കിലും എടുത്തൊക്കെ മാറ്റാം. പക്ഷേ ഇവൻ ഇവിടെ വലുതാവില്ലെന്ന് എനിക്ക് ഉറപ്പായി. എന്താ ഇതിലെന്നെ തെറ്റ് പറയാൻ പറ്റുമോ? പറയണി പറയാൻ പറ്റുമോ? ഇല്ല. ഞാൻ അവനെ പറിക്കാൻ പോണു കേട്ടോ. എനക്കാണ്ട് പറക്കുന്നുണ്ട് ഞാൻ. എല്ലായിടത്തും ഇവനെ കുഴിച്ചിടാം, അല്ലാണ്ട് ഇവനെ നശിപ്പിക്കുന്നില്ല. തൈക്ക് 10-400 കൊടുത്ത് വാങ്ങിച്ച തൈയിനെ. എനക്ക പറയാണ്ട് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനവിടെ ഇവിടെ വേറെ സ്ഥലത്ത് കുഴിച്ചിടാം. ഇതിനെങ്ങനെ തണലാണോ ഇതാണോ വേണ്ടതെന്ന് എനിക്കറിയില്ല. സരിത കുഴി കുത്തിയിട്ടാ. ഈ ചുറ്റുവട്ടൊക്കെ നന്നായി മണ്ണടക്കലാണ്. കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കാം. ബ്ലേഡ് വേണ്ട, കുറച്ച് എല്ലുപൊടി. ഈ ബിയുവിൻ്റെ വില 550 രൂപ കേട്ടോ. സരിതിക്ക് നടന്നാ? ചേട്ടൻ നട്ടോ? നടാൻ പോകണം കേട്ടോ. വെള്ളം ഞാൻ ഒഴിക്കാം. വെള്ളം വേണം, ഇതാവട്ടെ. ഈ അബിയു വെച്ചതിൻ്റെ ഒപ്പാണ് അന്നാ ലോങ്കൻ വെച്ചത്. അത് കണ്ട, അത് നല്ല വലിപ്പായി. ലോങ്ങൻ വെച്ചത് നല്ല ഉയരായി. അത് തന്നെ വെച്ചാൽ മതിയായിരുന്നു. ഈ ലോങ്ങനല്ല കേട്ടാ, ഇതല്ല അവിടത്തെ. അവിടെ ഉണ്ട് നല്ല ഹൈറ്റ് ആയിട്ടുള്ളത്. നമുക്ക് മരം വെച്ചിട്ട് തണലും കൂടിയും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ റൂട്ടിൽ പോണത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ആ വടിനൊന്നും ഓട്ടം വിചാരിക്കും. വേനൽക്കാലം നമ്മളെ തണൽ ഭയങ്കര ഒരാവശ്യമാണല്ലോ. സരിതയ്ക്ക് വെള്ളാക്കിയനി നമ്മൾ അബിയു നട്ടു.